ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഒന്ന് തടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലേക്ക് ചക്കപ്പൂത്ത് പോലെ ഉണ്ടല്ലോ, ഇതെന്താണ് ഇങ്ങനെ അറവ് മൃഗത്തെ പോലെ ഉണ്ടല്ലോ, അറവ് മാട്ടിനെ പോലെ ഉണ്ടല്ലോ എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ടോ? 10 ആൾക്കാരെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ മെലിഞ്ഞതിൻ്റെ പേരിൽ വല്ല ചാവാലിയായിട്ട് നടക്കണമല്ലോ, ചാവാലിപ്പട്ടീനെ പോലെ ഉണ്ട് അങ്ങനെ പറഞ്ഞിട്ട് കളിയാക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ കറുപ്പ് ടാൻ അടിച്ച സമയത്ത്, അല്ലെങ്കിൽ നമ്മളൊരു കറുത്ത നിറത്തുള്ള ആളാണെങ്കിലും എന്താണ് ആകെ കറുത്ത് കരിവാളിച്ച് ഒരു അവസ്ഥയിൽ ഇതെന്താ ഇങ്ങനെ കറുത്തിട്ട് കാക്കേനെ പോലെ ആയിരുന്നല്ലോ എന്നുകൊണ്ട് ആരെങ്കിലും കളിയാക്കിയിട്ടുണ്ടോ? നമ്മൾ പലപ്പോഴും ചെറുപ്പം മുതൽ കേട്ട് പരിചയിച്ച പല കാര്യങ്ങളും നമുക്കെന്താ വെച്ചാൽ അത് വളരെ കോമൺ ആണ്, അല്ലെങ്കിൽ നേച്ചറലായ സ്വാഭാവികമായ രീതിയിലുള്ളൊരു കാര്യമാണ് എന്ന് നമുക്ക് അവസാനം ഇങ്ങനെ വിശ്വസിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ഒരു മനസ്സെത്തിയിട്ടുണ്ടായിരിക്കും അല്ലേ. പക്ഷെ പലപ്പോഴും എന്താ വെച്ചാൽ പിന്നീട് നമ്മൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലേക്ക് എത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു പൊതുമധ്യത്തിൽ നിൽക്കുന്ന സമയത്താണ് നമുക്ക് പലപ്പോഴും തോന്നുന്നത്, ഇതൊക്കെ ഇത്രയും റോങ് ആയിട്ടുള്ള കാര്യമായിരുന്നു, അല്ലെങ്കിൽ ഇത് വളരെ അനീതി ഉള്ള ഒരു സംഗതി ആയിരുന്നോ എന്നൊക്കെ അല്ലേ. എനിക്ക് പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്ത് പ്രസംഗിക്കുമ്പോൾ എല്ലാം, അല്ലെങ്കിൽ ഒരു പുസ്തകം നമ്മൾ പബ്ലിഷ് ചെയ്യുമ്പോഴെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ്, നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങൾ എന്നൊക്കെ വളരെ ഇമ്പോർട്ടൻ്റായ ഒരു കാര്യം. നമ്മൾ ഒരുപാട് ശ്രദ്ധിച്ചിട്ട് അത് ഉപയോഗിക്കണം അല്ലേ. പക്ഷേ നമ്മൾ പലപ്പോഴും നമ്മുടെ വീട്ടിൽ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും ഒന്നും നോക്കിയിട്ടല്ല പലപ്പോഴും നമ്മൾ പെരുമാറുക. അവിടെ നമ്മൾ ചാവാലിയാണ്, കരിമ്പാണ്ടിയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ പ്രയോഗങ്ങൾ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ഇത് എത്രത്തോളം മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്നോ, മറ്റുള്ളവരെ എത്രത്തോളം അത് ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണെന്നോ പലപ്പോഴും ഇത് ഉപയോഗിക്കുന്ന ആളുകൾ മനസ്സിലാക്കണമെന്നില്ല. നമ്മൾ സ്വാഭാവിക രീതിയിൽ ഇപ്പോൾ ചിലവർക്കൊക്കെ ഇരട്ടപ്പേരൊക്കെ ഇടുന്നതൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ, ഭയങ്കരമായ രീതിയിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഇരട്ടപ്പേര് എല്ലാവർക്കും ഉണ്ടായിരിക്കും. ഈ പറയുന്നത് എനിക്കും ഇരട്ടപ്പേരുണ്ട്. അപ്പോൾ ഇരട്ടപ്പേര് നമുക്ക് മറ്റുള്ളവർ ഇട്ട് തരുന്ന ഇരട്ടപ്പേര് അവർക്ക് ഒരു സന്തോഷത്തിനും ഒക്കെ വേണ്ടിയിട്ടായിരിക്കും പലപ്പോഴും ചെയ്യേണ്ടായിരിക്കും. പക്ഷേ വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഒരു കുറച്ച് പേരെ മുന്നിൽ നിന്നിട്ട് സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അതൊക്കെ വൻ തെറിയായിരിക്കും അല്ലേ, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഇങ്ങനെയുള്ള വാക്കുകൾ, അല്ലെങ്കിൽ ബോഡി ഷെയ്മിങ് ഒക്കെ എനിക്ക് കാര്യമായിട്ട് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ചില സമയത്ത് പറയും പല്ലെന്താണ് ഇങ്ങനെ, മൂക്ക് എന്താണ് ഇങ്ങനെ, അല്ലെങ്കിൽ എന്താണ് കറുത്തിട്ട് ഇങ്ങനെ, അല്ലെങ്കിൽ എന്താണ് എലുമ്പൻ, അല്ലെങ്കിൽ തടി കൂടിയിട്ടുണ്ടെങ്കിൽ എന്താണ് തടിച്ചിട്ട്, അങ്ങനെ സാധനങ്ങളൊക്കെ. അപ്പോൾ ഒരു നാട്ടിൻപുറത്ത് ജീവിക്കുമ്പോൾ തന്നെ പൊതുവേ ആളുകൾക്ക് എന്താ വെച്ചാൽ അത്ര എക്സ്പോഷർ ഇല്ലാത്ത ആളുകളുടെ ഇടയിൽ നമ്മൾ ജീവിക്കുമ്പോൾ, എല്ലാവരും എക്സ്പോഷർ ഇല്ലാത്ത ആളുകൾ നല്ല കേട്ടോ പറയണം. ഇപ്പോൾ നമുക്ക് വലിയ എക്സ്പോഷർ ഉണ്ട് എന്നല്ല, പക്ഷേ കാര്യമായി പുസ്തകങ്ങൾ വായിക്കാത്ത, കാര്യമായി സിനിമകൾ കാണാത്ത, കാര്യമായി എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ആളുകൾക്ക് അവർ ഒരു നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജിൽ, ഒരു ശൈലിയിൽ പലപ്പോഴും അവർ പല പദങ്ങൾ ഉപയോഗിക്കുകയും അത് മറ്റുള്ളവരെ മുന്നിൽ വെച്ച് നമ്മളെ അതേ പദത്തിലൂടെ നമ്മളെ അഭിസംബോധന ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളനുഭവിക്കുന്ന ഒരു ഹേർട്ട്, നമ്മളനുഭവിക്കുന്ന ഒരു ഒറ്റപ്പെടൽ, നമ്മളനുഭവിക്കുന്ന ഒരു മനോവേദന വളരെ വലുതായിരിക്കും. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്നത് എൻ്റെ ഈ കാര്യങ്ങൾ പറഞ്ഞു വീർപ്പിക്കാനല്ല. സുജിത് ഭക്തൻ നമുക്കറിയാം, ട്രാവലറാണ്, ഫുഡ് ബ്ലോഗറാണ്, അങ്ങനെ കുറേ അല്ലേ കാര്യങ്ങളുടെ ആൾ നമ്മുടെ ആളുകൾക്ക് അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ സുജിത് ഭക്തൻ്റെ ഭാര്യ ശ്വേതയും അവർ ഒരു പോഡ്കാസ്റ്റ് ഒരു വീഡിയോയിൽ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഒരു ചെങ്ങായി വല്ലാണ്ട്, അതായത് ചെങ്ങായി എന്ന് പറഞ്ഞാൽ ചില്ലറ ചെങ്ങായി എന്നല്ല, വൻ സൈക്കോ, ആ ചെങ്ങായി ഇവരുടെ ശ്വേതേനെ ബോഡി ഷെയിം ചെയ്യുന്നതും, കുറച്ച് തടിച്ചിട്ടുള്ള ഒരാളാണ് ശ്വേത. അപ്പോൾ അത് ഭീകരമായിട്ട് ബോഡി ഷെയിം ചെയ്യുന്നതും, അതേപോലെ ഒരുപാട് ആളുകൾക്ക് മെയിൽ ചെയ്ത് കൊടുക്കുകയാണ്, ഇവരങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനം. അപ്പം അത് ശ്വേതയുടെ സെക്ഷുവാലിറ്റീനെ ചോദ്യം ചെയ്യുന്ന രീതിയിലും, വളരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലും, ഒരു സ്ത്രീയെ വല്ലാത്തൊരു രീതിയിൽ അവരെ കോൺഫിഡൻസ് തകർക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടലാണ് ആ ചെങ്ങായി സൈക്കോ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. അതായത് ഒരുപാട് ആളുകൾക്ക് ഇതിങ്ങനെ മെയിൽ ചെയ്ത് കൊടുക്കുക, അത്ര സ്ഥിരം ഒരു 1.5 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി എന്നാണ് അവർ അതിൽ പറയുന്നത്. അപ്പോൾ സുജിത് ഭക്തൻ അതിൽ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ വീട് കയറി തല്ലും, കാരണം ഇതിലൊരു പരിധിയുണ്ട്, വല്ലാണ്ട് ഹേർട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ നല്ല മൂഡിൽ, തഗ് മൂഡിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴൊക്കെ ഒരു പക്ഷെ നമുക്കത് വലുതായിട്ട് ഫീൽ ചെയ്യണമെന്നുണ്ടായിരിക്കില്ല. പക്ഷേ എപ്പോഴും അങ്ങനെയല്ല. അപ്പോൾ നമുക്ക് നമ്മുടേതായ ഇമോഷണലായ പ്രശ്നങ്ങളോ, റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ, സാമ്പത്തികമായ പ്രശ്നങ്ങളോ, ശാരീരികമായ ആവശ്യതകളോ, അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ ഒരാളുടെ നോട്ടം പോലും നമ്മളെ കാര്യമായിട്ട് ഹേർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് ഇങ്ങനെയുള്ളൊരു ടോർച്ചർ, അതായത് ബോഡി ഷെയിം ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരെ മുന്നിൽ നമ്മളെ കളിയാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് നമുക്കത് നിസ്സാരമായ ഒരു കാര്യം ആയിരിക്കണം എന്നില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, എനിക്ക് തോന്നുന്നൊരു കാര്യം എന്താ വെച്ചാൽ, എങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ഒരാൾ ബോഡി ഷെയിം ചെയ്യാന്ന് പറയില്ലേ, അപ്പോൾ ഒരാൾ കറുത്തിട്ടാണ് വിചാരിക്കുക, അപ്പോൾ അയാളെ അയ്യേ ഇതെന്ത് കറുത്തിട്ട് എന്ന് ഒരാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബേസ് എന്തായിരിക്കും, അങ്ങനെ ഒരു ചിന്തയുടെ
ഒരു ഇടപെടൽ വരുമ്പോൾ അതിൻ്റെ ബാക്കിലൊരു സാധനം ഉണ്ടായിരിക്കുമല്ലോ, അത് എന്തായിരിക്കും? അതായത് വെളുത്ത ആളുകളാണ്, ഈ വെളുത്ത ആളുകളുടേതാണ് ഈ ലോകം എന്നും നമ്മുടെ മൈൻഡിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ ഒരു ചിന്ത എവിടുന്നാണ് വന്നത്? അതൊരു വളരെ അപകടകരമായ ഒരു കാര്യമായിരിക്കും അല്ലേ? എങ്ങനെയായിരിക്കും അത് വന്നിട്ടുണ്ടായിരിക്കാം? അതേപോലെ ഒരാൾ അപ്പോൾ ജിമ്മിൽ പോകുന്ന, ഇപ്പോൾ ഒരു ജിമ്മാണ് വിചാരിക്കുക, ആ ജിമ്മിൽ പോകുന്ന സമയത്ത് നമ്മൾക്ക് കുറച്ച് വയറൊക്കെ ചാടിയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് വിചാരിക്കുക, കുറച്ച് സിക്സ് പാക്ക്, അതായത് സിക്സ് പാക്ക് ഒന്നുമില്ല അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണെങ്കിൽ ഒരാൾ വയറ് ചാടിയുള്ള ഒരാൾ, ബാക്കിയുള്ളവരൊക്കെ സിക്സ് പാക്കുള്ള ഒരാളാണ് വിചാരിക്കുക, ജിമ്മാണ് വിചാരിക്കുക. അപ്പോൾ ഈ സിക്സ് പാക്കുള്ള ഒരു ആളുകളുടെ ഒരു ഇതാണ് കോമൺ എന്നും, അതില്ലാത്ത സിക്സ് പാക്ക് വയറ് ചാടിയിട്ടുള്ള ഒരാൾ മോശക്കാരനൊന്നും അല്ലെങ്കിൽ മോശക്കാരിയാണെന്നും നമ്മളെ ആരാണ് പഠിപ്പിച്ചത്? എന്തുകൊണ്ടായിരിക്കും നമുക്ക് അങ്ങനെയൊക്കെ ഒരു ചിന്ത വന്നിട്ടുണ്ടായിരിക്കുക? അതായത് സംഭവത്തിലുള്ള നമുക്ക് ഈ ആർട്ടിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മളൊരു ആനേനെ വരയ്ക്കുകയാണ് വിചാരിക്കുക. ഒരു ആനേനെ വരയ്ക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഒരു ആനയുടെ ഷേപ്പ് ഇങ്ങനെയാണ് നമുക്കൊരു ഏകദേശം ഒരു ധാരണ ഉണ്ടായിരിക്കും. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ അബ്സ്ട്രാക്റ്റ് ആർട്ട് അല്ലെങ്കിൽ കുറേ സംഗതികളുണ്ട്. അപ്പോൾ ആർട്ടിനോട് മേഖലയുള്ള, അതായത് ഒരു ഇതിനെ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഇങ്ങനെ ചിത്രം വരയ്ക്കാം. അതല്ലെങ്കിൽ ചെവി കുറച്ച് നീളമുള്ളതോ വാല് കുറച്ച് നീളം കുറഞ്ഞതോ ഒരു കൊമ്പുള്ളതോ ഒക്കെ ഉള്ള ആനകളൊക്കെ നമുക്ക് വരയ്ക്കാം. അങ്ങനെ ആനകളൊക്കെ ഈ ലോകത്തുണ്ട് അല്ലേ? അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഒരു ആർട്ടിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമൂഹത്തിലുള്ള ഇങ്ങനെയുള്ള കുറേ കാഴ്ചപ്പാടുകൾ മാറ്റിമറിക്കാൻ സാധിക്കും. അതായത് ആളുകൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു വെളുത്തവരുടെ ലോകം എന്നൊക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കണം ഒരുപാട് മനുഷ്യരുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കണല്ലേ. അപ്പോൾ ആർട്ടിൻ്റെ ഒരു പ്രാധാന്യം എന്താ വെച്ചാൽ നമ്മൾ ആളുകളെ കുറച്ചുകൂടി ക്രിയേറ്റീവ് ആവാനും, ആളുകളെ കുറച്ചുകൂടി ആക്സെപ്റ്റ് ചെയ്യാനും, അവരെങ്ങനെയാണോ അത് അതേപോലെ ആക്സെപ്റ്റ് ചെയ്യാനും കൂടെ ചേർക്കാനും, നമ്മുടെ ഒരു ലോകം മുഴുവൻ ഒരു ഫാമിലിയാണെന്നുള്ളൊരു ചിന്തയിലേക്ക് ആളുകളെ എത്തിക്കാനുള്ള ഒരു മാജിക് ആർട്ടിനുണ്ട്. ആർട്ട് എന്ന് പറയുമ്പോൾ പുസ്തകങ്ങളായിക്കോട്ടെ, കല എന്തായിക്കോട്ടെ, സിനിമ ആയിക്കോട്ടെ, നാടകമായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, എഴുത്ത്, പടം വരയ്ക്കൽ, എന്തോ ആയിക്കോട്ടെ. അപ്പോൾ എനിക്ക് പറയാനുള്ള ഈ സ്കൂളുകളിൽ ആർട്ടിൻ്റെയൊക്കെ ഒരു പ്രാധാന്യതാണ്. അതുപോലെ യാത്രകളുടെ, അതുപോലെ ആളുകൾ പരസ്പരം സംസാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആർട്ടിനെ കാര്യമായി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള കുറേ ബോഡി ഷെയ്മിങ്ങിൻ്റെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറേ അനീതികളൊക്കെ വല്ലാണ്ട് സമൂഹത്തിൽ കുറഞ്ഞു വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ സുജിത് ഭക്തൻ്റെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ, പോഡ്കാസ്റ്റ് കണ്ടപ്പോൾ, സുജിത് ഭക്തൻ്റെയും ഭാര്യയുടെ ആ പോഡ്കാസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സംഭവം ഇത്രയേ ഉള്ളൂ, പോയിൻ്റ് ഇത്രയേ ഉള്ളൂ. നമ്മളൊരാളെ ബോഡി ഷെയിം ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കത് ചിലപ്പോൾ നിസ്സാരമായിരിക്കും, നമ്മൾ ചിലപ്പോൾ അതപ്പോൾ മറന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇത് അനുഭവിക്കുന്ന ആളുകൾക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥയും വല്ലാത്തൊരു വേദനയും വല്ലാത്തൊരു വെറുപ്പും സമൂഹത്തോട് തോന്നാനുള്ള കാര്യമുണ്ട്, സാധ്യതയുണ്ട്. അപ്പോൾ അതായത് ആരാണോ അവരെ ബോഡി ഷെയിം ചെയ്യുന്ന അവരോടും, അതേപോലെ തന്നെ പൊതുവേ സമൂഹത്തിനോട് ഞാൻ കറുത്തവനായതുകൊണ്ട് എന്നെ എല്ലാവരും ഇങ്ങനെ കളിയാക്കുന്നുള്ള ഒരു ചിന്തയൊക്കെ ഒന്നുണ്ടെങ്കിൽ അത് ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, കോൺഫിഡൻസിനെ ബാധിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറയുമല്ലോ എല്ലാവരെയും തുല്യരായിട്ട് കാണണമെന്ന് പറയുമ്പോൾ ആളുകളെല്ലാവരും ഇങ്ങനെ തന്നെ ആവണമെന്ന് ചിന്തിക്കുമ്പോൾ ഉള്ള ചില പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, നമ്മളെല്ലാത്തിനെയും അക്നോളേജ് ചെയ്യുക എന്നൊക്കെയുള്ള ഒരു മേഖല, ഒരു രീതിയിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചാൽ ലൈഫ് അടിപൊളിയായിരിക്കും. ഓക്കെ.